അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം കനക്കുകയാണ്. അയാൾക്ക് ഭ്രാന്താണ് എന്നാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നവരുടെ ഭാഷ്യം. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ഹൂസ്റ്റൺ, അതുപോലെ തന്നെ ഫ്ലോറിഡ, ലോസ് ഏഞ്ചലസ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ ഉൾപ്പെടെ തന്നെ 50 സംസ്ഥാനങ്ങളിലെ തെരുവുകൾ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രതിഷേധകർക്ക് ഒന്നും ചെവി കൊടുക്കാതെ തന്നെ വാർത്ത തള്ളുകയാണ് എന്നതാണ് ട്രംപ് പ്രതികരിച്ചത്. ട്രംപിനും ഇലോൺ മസ്കിനും എതിരെയാണ് ഇപ്പോൾ ഇക്കൂട്ടർ ശബ്ദമുയർത്തിയിരിക്കുന്നത്. എന്നാൽ ട്രംപ് കൈക്കൊള്ളുന്ന നയങ്ങൾ എത്രത്തോളം സുതാര്യത ഉണ്ടെന്നുള്ള കാര്യം ഇവർ ആലോചിക്കാതെയാണ് തെരുവിലിറങ്ങി അനാവശ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നതും. കഴിഞ്ഞ ആഴ്ചകളിൽ ഇലോൺ മസ്കിന്റെ ടെസ്ല സ്ഥാപനങ്ങൾക്ക് മുൻപിലും ഒരുപറ്റം ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പ്രഗത്ഭരല്ലാത്ത വ്യക്തികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനായിരുന്നു അന്ന് പ്രതിഷേധവുമായി ഇവർ രംഗത്തിറങ്ങിയതും. ഇപ്പോൾ ജോ ബൈഡൻ ഭരിച്ചിരുന്ന കാലത്ത് US സാമ്പത്തികമായും അല്ലാതെയും വികസനത്തിൽ പിന്നോട്ട് നിന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അനാവശ്യമായ നുഴഞ്ഞുകയറ്റം പോലും ബൈഡൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതും നമുക്ക് തെളിവായി തന്നെ മുന്നിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം കണ്ട മാറ്റങ്ങളും. ഇന്ന് US പിടിച്ചു വലിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. രാജ്യസുരക്ഷയെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം അനധികൃതമായി നുഴഞ്ഞുകയറിയ ഓരോ പൗരന്മാരെയും സുരക്ഷിതമായി തന്നെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചതും. എന്നാൽ US ജനത പറയുന്നത് ട്രംപ് ഭരണകൂടം അവരുടെ മേൽ പലതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ്. അതേസമയം പൗരാവകാശ സംഘടനകൾ, തൊഴിലാളികൾ യൂണിയനുകൾ, അതുപോലെ LGBTQ പ്രവർത്തകർ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിനായി വാദിക്കുന്നവർ തുടങ്ങിയവരുൾപ്പെടെ തന്നെ 150-ലേറെ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു രാജ്യവ്യാപകമായ പ്രതിഷേധം അരങ്ങേറിയതും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടുള്ള കൂട്ടപ്പിരിച്ചുവിടൽ, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെയും മനുഷ്യാവകാശ മേഖലയെയും പ്രശ്നങ്ങൾ, ഉയർന്ന തീരുവ ചുമത്തൽ, ഗർഭചിത്ര വിലക്ക് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയതും. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക സാക്ഷ്യം വഹിച്ചതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. US രാജാവ് വേണ്ട എന്ന പ്ലക്കാർഡുകളും പ്രതിഷേധ നിരയിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ നയങ്ങൾ സാമ്പത്തിക ഭ്രാന്താണ് എന്നും ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും പ്രതിഷേധകരിൽ ചിലർ പറയുന്നുണ്ട്. ട്രംപ് ചിത്തഭ്രമം ബാധിച്ചയാളാണ് എന്നും അദ്ദേഹം ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആളാണ് എന്നാണ് പ്രതിഷേധകർ വ്യക്തമാക്കുന്നതും. അതുപോലെ തന്നെ ഹാൻഡ്സ് ഓഫ് എന്ന പേരിലായിരുന്നു രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതും. ഞാൻ വല്ലാതെ ദേഷ്യത്തിലാണ്. പ്രത്യേക അധികാരവും അതുപോലെ പീഡന ആരോപണങ്ങളും നേരിടുന്ന ഒരു കൂട്ടം വെള്ളക്കാരാണ് രാജ്യം നിയന്ത്രിക്കുന്നതെന്നും ന്യൂയോർക്കിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഷൈന കെസ്റ്റൺ എന്ന യുവതി പറയുകയും ചെയ്തു. അതേസമയം രാജ്യത്തെമ്പാടും പ്രതിഷേധം ഉയർന്നെങ്കിൽ പോലും തന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല എന്ന് ട്രംപ് ആവർത്തിച്ചുറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധത്തെ വൈറ്റ് ഹൗസ് തള്ളിക്കളയുകയും ചെയ്തു. അതുമാത്രമല്ല, ട്രംപിന്റെ ഉപദേശകനും ടെസ്ല മേധാവിയുമായ ഇലോൺ മസ്കിനെതിരെയും വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഏകദേശം 6 ലക്ഷം പേർ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ വ്യാപകമായി വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെയും അനധികൃത കുടിയേറ്റക്കാർക്ക് നേരെയുള്ള സമീപനത്തിനെതിരെയുമായിരുന്നു പ്രധാനമായും പ്രതിഷേധം ഉയർന്ന് രംഗത്ത് വന്നതും. US ഭരണം പരോക്ഷമായി മസ്ക് ഏറ്റെടുക്കുന്നതിലുള്ള അതൃപ്തിയും ചില പ്രതിഷേധകർ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.